സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യ ശ്രമത്തിൽ തന്നെ 57ാം റാങ്ക് നേടി അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നരുവാമൂട് സ്വദേശിനി ജയശ്രീജ. സാമ്പത്തിക പ്രതിസന്ധികളിൽ തളരാതെ ജീവിതത്തോട് പൊരുതി നേടിയ വിജയമാണ് ശ്രീജയുടേത്. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയും നിറകണ്ണുകളോടെയാണ് ഈ സന്തോഷ വാർത്ത കേട്ടത്. സാമ്പത്തിക പരിമിതികളോ കുടുംബ സാഹചര്യങ്ങളോ തന്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ ശ്രീജ 57ാം റാങ്ക് കരസ്ഥമാക്കിയത്. നിർമ്മാണ തൊഴിലാളിയായ അച്ഛന്റെയും വീട്ടമ്മയായ അമ്മയുടെയും പൂർണ്ണ പിന്തുണയോടെ ആദ്യ ശ്രമത്തിൽ തന്നെ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചു. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ചേരാനാണ് ശ്രീജയുടെ ആഗ്രഹം. കൂലിപ്പണിയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനവും കുടുംബശ്രീയിൽ നിന്ന് എടുത്ത ലോണുകളും ഉപയോഗിച്ചാണ് മാതാപിതാക്കൾ സിവിൽ സർവീസ് പഠനത്തിനാവശ്യമായ തുക കണ്ടെത്തിയത്. മകളുടെ ആഗ്രഹങ്ങൾക്ക് ചിറകു നൽകാൻ കഠിനാധ്വാനം ചെയ്ത മാതാപിതാക്കളാണ് തന്റെ കരുത്തെന്നും പ്രത്യേകിച്ച് ബിരുദാനന്തര ബിരുദധാരിയായ അമ്മയുടെ പിന്തുണ പഠനത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്നും ശ്രീജ ഓർക്കുന്നു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയ ശ്രീജ 2024 സിവിൽ സർവീസ് കോച്ചിംഗ് ആരംഭിച്ചത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഓരോ ദിവസവും നിശ്ചയിച്ച പാഠഭാഗങ്ങൾ പഠിച്ചു തീർത്തുകൊണ്ടുള്ള കഠിനാധ്വാനമാണ് ഈ വിജയത്തിലേക്ക് നയിച്ചത്. ഇന്ത്യൻ ഫോറിൻ സർവീസാണ് ലക്ഷ്യം. തന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അച്ഛനും അമ്മയും നൽകിയ ആത്മവിശ്വാസവും പ്രോത്സാഹനങ്ങളുമാണ് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ തുണയായതെന്ന് ശ്രീജ പറയുന്നു. ആദ്യ ശ്രമത്തിൽ തന്നെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് അച്ഛനും അമ്മയും പറയുമായിരുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ എത്തുമെന്ന് എപ്പോഴും അധ്യാപകരും ചർച്ചിലുള്ളവരും പറയാറുണ്ടായിരുന്നു. അന്നെന്നുള്ളത് പഠിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. കഴിയാത്ത ദിവസം ആ ഭാഗങ്ങൾ വെള്ളിയാഴ്ചത്തേക്കോ ശനിയാഴ്ചത്തേക്കോ മാറ്റിവെക്കും. പഠിച്ച ഫോർച്യൂൺ അക്കാഡമിയിൽ ഞായറാഴ്ച പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുന്നേ എല്ലാം പഠിച്ചെന്ന് ഉറപ്പുവരുത്തുമായിരുന്നു. ഈ രീതി പ്രീലിംസിലും അതുപോലെ മെയിൻ പരീക്ഷയിലും ഒത്തിരി സഹായിച്ചു, ശ്രീജ പറയുന്നു. മെന്റേഴ്സ് നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പാലിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. നല്ല മാർക്ക് നേടുക എന്നതായിരുന്നു ലക്ഷ്യം. ഫലം കാത്തിരിക്കുന്ന സമയം നല്ല ടെൻഷനുണ്ടായിരുന്നു. ആ സമയമെല്ലാം ഒപ്പമുണ്ടായിരുന്ന അച്ഛനും അമ്മയും ആത്മവിശ്വാസം നൽകിയെന്നും ശ്രീജ പറഞ്ഞു. പഠിത്ത കാര്യത്തിൽ എന്താവശ്യപ്പെട്ടാലും ദാരിദ്ര്യങ്ങൾക്കിടയിലും അതിന് യെസ് എന്ന് മാത്രം പറയുന്ന രക്ഷിതാക്കളാണ് തന്റെ ഊർജം. അമ്മയാണ് തന്നെ ഒപ്പമിരുത്തി ചെറുപ്പത്തിൽ പഠിപ്പിച്ചിരുന്നതെന്നും അവർ പറഞ്ഞു. കൂലിപ്പണിക്കാരനായ ശ്രീജയുടെ അച്ഛൻ ചിട്ടി പിടിച്ചും വായ്പയെടുത്തുമൊക്കെയാണ് മകളുടെ പഠനത്തിനുള്ള പണം കണ്ടെത്തിയിരുന്നത്. ഏറെ കഷ്ടതകൾ ഉണ്ടായിരുന്നുവെങ്കിലും മകളുടെ പഠന ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തിയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. മകളുടെ അധ്വാനത്തിന്റെ ഫലം ദൈവം കൊടുത്തുവെന്ന് അമ്മ പറഞ്ഞു. വൈകാരികമായാണ് ശ്രീജയുടെ അച്ഛൻ ജയകുമാർ പ്രതികരിച്ചത്. കിലോമീറ്ററുകളോളം സൈക്കിളിൽ സഞ്ചരിച്ച് കൂലിപ്പണിയെടുത്താണ് മകളെ പഠിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കൂലിപ്പണിയാണ്, സൈക്കിളിലാണ് യാത്ര. രാവിലെ മുതൽ സൈക്കിളിൽ പോകും, ആറ്റിങ്ങൽ വരെ പോകും, എന്ത് ജോലിയും ചെയ്യും. ഭാര്യയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ധൈര്യം നൽകിയത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് മകൾ പഠിച്ചത്. മാസാവസാനം മെസ് ബില്ലടയ്ക്കാനൊക്കെ വലിയ ടൈറ്റാകും. ഭാര്യ കുടുംബശ്രീയിൽ നിന്ന് ലോണെടുത്തും ബന്ധുക്കൾ സഹായിച്ചുമാണ് പൈസ അടച്ചത്. ഗൾഫിൽ 7 കൊല്ലം ജോലി ചെയ്ത് സഹോദരിമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ചു. ബാക്കി പൈസ കൂട്ടിവെച്ചാണ് വീടുണ്ടാക്കിയത്. രണ്ടാമത് ഗൾഫിൽ പോവാൻ ആയില്ല. കെട്ടുതാലി ഉൾപ്പെടെ പണയം വെച്ചു. കാർഷിക ലോൺ എടുത്തു. വർഷം തോറും അത് പുതുക്കി വെക്കും. ഈ സമയത്തൊക്കെ ഭാര്യ കുടുംബശ്രീന്നൊക്കെ ലോൺ എടുക്കുമായിരുന്നു. അതിനിടെ പഠിക്കാൻ കെട്ടിവെക്കാൻ 10,000 രൂപ ആവശ്യം വന്നു. പലിശയ്ക്ക് പണമെടുത്തു. ശനിയാഴ്ച പൈസ കിട്ടി. ഞായറാഴ്ചയും പണിക്ക് പോയി. അതിനിടെ തിങ്കളാഴ്ച കട്ടർ മെഷീൻ കൊണ്ട് കൈമുറിഞ്ഞു. എന്നിട്ടും ഞങ്ങൾ വിട്ടില്ല, അദ്ദേഹം പറഞ്ഞു.